ഹായ് ഓൾ ഓഫ് യു ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഹ്യൂമാനിറ്റീസിൻ്റെ അല്ലെങ്കിൽ +2 കൊമേഴ്സിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. 18ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദ ഐഡിയോളജി ആൻഡ് പ്രോഗ്രാം ഓഫ് ദി സ്വതന്ത്രത പാർട്ടി. സ്വതന്ത്രത പാർട്ടിയുടെ ആശയവും പരിപാടികളും വിശദീകരിക്കുക. നോക്കാം. സ്വതന്ത്രത പാർട്ടി വാസ് എ റൈറ്റിസ്റ്റ് കൺസർവേറ്റീവ് പാർട്ടി. സ്വതന്ത്രത പാർട്ടി ഒരു വലതുപക്ഷ യാഥാസ്ഥിക കക്ഷിയായിരുന്നു. ഇറ്റ് ക്രിട്ടിസൈസ്ഡ് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ഈ പാർട്ടി സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും എതിർത്തിരുന്നു. Then the leaders who were against the socialist policies of Congress took initiative in the formation of സ്വതന്ത്രത പാർട്ടി. അതായത് കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് നയങ്ങളെ എതിർത്തിരുന്ന നേതാക്കന്മാരാണ് സ്വതന്ത്ര പാർട്ടിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. സ്വതന്ത്രത പാർട്ടി upheld the theory of laissez-faire. സ്വതന്ത്രത പാർട്ടി ലേസെ ഫെയർ സിദ്ധാന്തത്തെ ഉയർത്തിപ്പിടിച്ചു. അതുപോലെ തന്നെ ഇറ്റ് ഡിമാൻഡഡ് ദാറ്റ് ദ ഗവൺമെൻറ് കൺട്രോൾ ഓവർ ദ എക്കണോമിക് സിസ്റ്റം മസ്റ്റ് ബി റെഡ്യൂസ്ഡ്. സമ്പദ് വ്യവസ്ഥമേൽ ഗവൺമെൻറ് നിയന്ത്രണം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതും സ്വതന്ത്രത പാർട്ടിയാണ്. ദെൻ the party adopted the stand that governmental interference in the economic activities should be minimized. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഈ ഗവൺമെൻറ് അമിതമായിട്ട് ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഇടപെടലുകൾ എത്രയും പെട്ടെന്ന് വെട്ടിച്ചുരുക്കുക. ഇതൊക്കെയാണ് സ്വതന്ത്രത പാർട്ടിയുടെ ആശയങ്ങൾ. നെക്സ്റ്റ് ആശയം നോക്കുക. ദ പാർട്ടി stood for independent and private entrepreneurship. It believed that prosperity could be achieved only through individual freedom. അതായത് സ്വതന്ത്രവും സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്വതന്ത്രത പാർട്ടി നിലകൊണ്ടത്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിലൂടെ മാത്രമേ എന്തെങ്കിലും അഭിവൃദ്ധി നമുക്ക് കൈവരിക്കാൻ പറ്റുകയുള്ളൂ എന്നവർ വിചാരിച്ചു. സ്വതന്ത്ര പാർട്ടിയുടെ പേര് തന്നെ ഓർക്കുക, സ്വാതന്ത്ര്യത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് എന്ന് ആലോചിക്കുക, വ്യക്തി സ്വാതന്ത്ര്യത്തിന്. നെക്സ്റ്റ് പോയിൻ്റ്. ദ പാർട്ടി സ്ട്രോങ്ലി ഒപ്പോസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് നാഷണലൈസേഷൻ. കേന്ദ്രീകൃത ആസൂത്രണം, ദേശസാൽക്കരണം എന്നിവയെ പാർട്ടി ശക്തമായി എതിർത്തു. ദ പാർട്ടി ഇൻ്റർപ്രറ്റഡ് ദ നാഷണലൈസേഷൻ ഈസ് നത്തിങ് ബട്ട് കൺസിഫിക്കേഷൻ ഓർ ക്യാപ്ചറിങ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ശരിക്കും സ്വത്ത് കണ്ടെത്തുക അല്ലെങ്കിൽ സ്വത്ത് പിടിച്ചെടുക്കുക എന്നീ കാര്യങ്ങളെ, ദേശസാൽക്കരിക്കുക എന്നീ കാര്യങ്ങളൊക്കെ പാർട്ടി എതിർക്കുകയാണ് ചെയ്തത്. ദെൻ ദ പാർട്ടി വാസ് എഗെയിൻസ്റ്റ് പബ്ലിക് സെക്ടർ. ദ പാർട്ടി എൻകറേജ്ഡ് ദ പ്രൊമോഷൻ ഓഫ് എ ഫ്രീ പ്രൈവറ്റ് സെക്ടർ. സ്വതന്ത്ര പാർട്ടി പൊതുമേഖലയ്ക്ക് എതിരായിരുന്നു. സ്വതന്ത്ര പാർട്ടി പൊതുമേഖലയ്ക്ക് എതിരായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്വകാര്യ മേഖലയുടെ വികാസത്തെയാണ് പാർട്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ദ സ്വതന്ത്ര പാർട്ടി വാസ് എഗെയിൻസ്റ്റ് ലാൻഡ് സീലിംഗ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഒപ്പോസ്ഡ് കോപ്പറേറ്റീവ് ഫാമിംഗ് ആൻഡ് സ്റ്റേറ്റ് ട്രേഡിംഗ്. കാർഷിക മേഖലയിൽ ഭൂപരിധി നിർണ്ണയിക്കുക, സഹകരണ അടിസ്ഥാനത്തിൽ കൃഷി നടത്തുക, ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള വ്യാപാരം എന്നിവയൊക്കെ സ്വതന്ത്ര പാർട്ടി എതിർത്തു. ദ പാർട്ടി ഓൾസോ ക്രിട്ടിസൈസ്ഡ് ദ ഗവൺമെൻറ്റൽ പോളിസി ഓഫ് ടാക്സേഷൻ ആൻഡ് ലൈസൻസിങ്. അതായത് ഗവൺമെൻറ്റിൻ്റെ നികുതി നയത്തെയും അതുപോലെ തന്നെ ലൈസൻസ് നയത്തെയും സ്വതന്ത്ര പാർട്ടി വിമർശിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്വതന്ത്ര പാർട്ടിയുടെ ഐഡിയോളജീസും അതുപോലെ തന്നെ സ്വതന്ത്ര പാർട്ടിയുടെ പ്രോഗ്രാംസും ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് 4th ജനറൽ ഇലക്ഷൻസ് 1967. 1967 നടന്ന 4ാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ
സാഹചര്യം വിശദീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോയിൻറ്റ്സ് ആയിട്ട് വേണം എഴുതാൻ. ഒന്നാമത്തെ പോയിൻ്റ് എക്കണോമിക് ക്രൈസിസ്. അതിൻ്റെ അടിയിൽ എന്തൊക്കെ സബ് പോയിൻറ്റ്സ് എഴുതാം? സക്സസീവ് ഫെയിലിയർ ഓഫ് മൺസൂൺസ് ആൻഡ് വൈഡ് സ്പ്രെഡ് ഡ്രോട്ട്. നെക്സ്റ്റ് സബ് പോയിൻ്റ് ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് സീരിയസ് ഫുഡ് ഷോർട്ടേജ്. തേർഡ് സബ് പോയിൻ്റ് depletion of foreign exchange reserves led to the devaluation Indian rupee. Next, drop in industrial production and exports. Final, sharp rise in military expenditure. അപ്പോൾ ഇത്രയുമാണ് എക്കണോമിക് ക്രൈസിസിൽ എഴുതേണ്ടത്. ഇനി മലയാളംകാരൊന്ന് ശ്രദ്ധിച്ചേ. സാമ്പത്തിക പ്രതിസന്ധി ഒന്നാമത്തെ പോയിൻ്റാണ്. അതിൻ്റെ സബ് പോയിൻ്റ് മൺസൂണിൻ്റെ പരാജയം, വരൾച്ച, കാർഷിക ഉൽപ്പാദന തകർച്ച, വിദേശ വിനിമയ ശേഖരത്തിലെ ഇടിവ്, വ്യാവസായിക ഉൽപ്പാദന തകർച്ച, വ്യാവസായിക ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലുമുള്ള വീഴ്ച, സൈനിക ചെലവിലെ കുത്തനെയുള്ള വർധനവ്, സാമ്പത്തിക വിഭവങ്ങൾ വകമാറി ചെലവിടുക എന്നിവയെല്ലാം രാജ്യം വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് എത്താൻ കാരണമായി. ഇനി നെക്സ്റ്റ് മെയിൻ പോയിൻ്റാണ് റൈസ് ഇൻ പ്രൈസ് ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന സബ് പോയിൻറ്റുകൾ നോക്കൂ. പീപ്പിൾ പ്രൊട്ടസ്റ്റഡ് ത്രൂ ബൺസ് ആൻഡ് ഹർത്താൽസ് എഗെയിൻസ്റ്റ് ദി ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, ഫുഡ് സ്കേഴ്സിറ്റി ആൻഡ് ഗ്രോവിംഗ് അൺഎംപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് സബ് പോയിൻറ്റ് ദ ഗവൺമെൻറ് സോ the protest as a law and order problem and not as expressions of people's problem. Third subpoint, this further intensified popular unrest. മലയാളംകാർ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിൻ്റ് വിലക്കയറ്റവും ജനകീയ പ്രക്ഷോഭങ്ങളും. എന്തൊക്കെ എഴുതാമോ അതിൻ്റെ ഉള്ളിൽ? രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി വൻ വിലക്കയറ്റം സൃഷ്ടിച്ചു. വിലക്കയറ്റം, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെ ബന്ദുകളും ഹർത്താലുകളും സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിച്ചു. ഇത്തരം പ്രതിഷേധങ്ങൾ ക്രമസമാധാന പ്രശ്നമായി കണ്ട് അമർച്ച ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. ഇത് ജനകീയ പ്രതിഷേധങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചു. നെക്സ്റ്റ് മൂന്നാമത്തെ മെയിൻ പോയിൻ്റ് നോക്കാം. ആംഡ് അഗ്രേറിയൻ സ്ട്രഗിൾസ് ആൻഡ് അജിറ്റേഷൻസ്. എന്താണ് ആംഡ് അഗ്രേറിയൻ സ്ട്രഗിൾസ് ആൻഡ് അജിറ്റേഷൻ? അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതാൻ നോക്കൂ. ദ കമ്മ്യൂണിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് പാർട്ടീസ് ലോഞ്ച്ഡ് സ്ട്രഗിൾസ് ഫോർ ഗ്രേറ്റർ ഇക്വാലിറ്റി. നെക്സ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ലെഡ് ആംഡ് അഗ്രേറിയൻ സ്ട്രഗിൾസ് ആൻഡ് ഓർഗനൈസ്ഡ് പെസന്റ് അജിറ്റേഷൻസ്. മൂന്നാമത്തത് ദിസ് പീരീഡ് ഓൾസോ വിറ്റ്നസ്ഡ് സം ഓഫ് ദി വേസ്റ്റ് ഹിന്ദു മുസ്ലിം റയോട്ട്സ്. എന്തൊക്കെ വരാം? മലയാളംകാർ ശ്രദ്ധിക്കുക. സായുധ കർഷക സമരങ്ങളും പ്രക്ഷോഭങ്ങളും. എന്തൊക്കെ ഉൾപ്പെടുത്തണം? കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ തുല്യതയ്ക്ക് വേണ്ടി നിരവധി സമരങ്ങൾ അക്കാലത്ത് സംഘടിപ്പിച്ചു. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ സായുധ കർഷക സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. ഹിന്ദു മുസ്ലിം വർഗീയ ലഹളകൾക്കും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. ഇത്രയും എഴുതിയാൽ മതി. ഇനി ലാസ്റ്റ് മെയിൻ പോയിൻ്റാണ് യൂണിറ്റി എമംഗ് ഒപ്പോസിഷൻ പാർട്ടീസ്. എന്തൊക്കെയാണ് അതിനുള്ളിൽ എഴുതേണ്ടത്? ദി ഒപ്പോസിഷൻ പാർട്ടീസ് റിയലൈസ്ഡ് ദാറ്റ് ദ ഡിവിഷൻ ഓഫ് ദെയർ വോട്ട്സ് കെപ്റ്റ് ദി കോൺഗ്രസ് ഇൻ പവർ. ദേ ഫെൽറ്റ് ദാറ്റ് ദ ഇൻഎക്സ്പീരിയൻസ് ഓഫ് ഇന്ദിരാ ഗാന്ധി and the internal factionalism within the Congress provided them an opportunity to topple the Congress. So they decided to form anti-Congress fronts, forgetting the ideological differences. The socialist leader Ram Manohar Lohia described the opposition coalition as non-Congressism. Lohia, who described the Congress as anti-democratic, asked the opposition parties to unite to protect democracy.
നാലാമത്തെ പോയിൻ്റ് മലയാളംകാരെ ശ്രദ്ധിക്കുക. പ്രതിപക്ഷ ഐക്യം. ഇതിൽ കോൺഗ്രസ് ഇതരത്വം, അതായത് നോൺ കോൺഗ്രസിസം ചോദിച്ചാലും നിങ്ങൾ ഈ പോയിൻറ്റ്സ് തന്നെയാണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ്? പ്രതിപക്ഷ കക്ഷികളുടെ ഭിന്നിപ്പാണ് കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസിനെതിരെ ഒന്നിച്ച് പോരാടുവാൻ തീരുമാനിച്ചു. പ്രത്യയശാസ്ത്രത്തിലും നയപരിപാടികളിലും ഭിന്നതകൾ പുലർത്തിയിരുന്ന പ്രതിപക്ഷ കക്ഷികൾ മുന്നണികൾ രൂപീകരിച്ച് കോൺഗ്രസിനെതിരെ ഒന്നിച്ച് അണിനിരന്നു. അതായത് ടോട്ടൽ ഒരു രാജ്യത്ത് 1000 വോട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. അതിൽ ഒരു 400 വോട്ട് കോൺഗ്രസ്സിന് ലഭിക്കുകയാണ്. 1000-ൽ 400 പോയി കഴിഞ്ഞാൽ ബാക്കി 600 ഉണ്ട്. ഈ 600 വോട്ടിൽ കുറേ വോട്ട് ഭാരതീയ ജനസംഘിനും കുറച്ച് വോട്ട് സ്വതന്ത്ര പാർട്ടിക്കും പിന്നെ കുറച്ചുള്ള വോട്ട് CPM-നും അങ്ങനെ സ്പ്ലിറ്റായി പോവുകയാണ്. അങ്ങനെ വോട്ട് സ്പ്ലിറ്റായി പോകുമ്പോൾ ഈ 400 എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു സംഖ്യയാണ്. 600 നമുക്ക് സ്പ്ലിറ്റായി പോകുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ സ്പ്ലിറ്റായി പോകുന്നത് 600 വോട്ട് ഉണ്ടെങ്കിൽ പോരും ഈ 400 കൂടെ ഒരുമിച്ച് നിൽക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും കോൺഗ്രസ് വിജയിക്കുകയാണ്. പല പാർട്ടികൾക്കായിട്ട് ഈ 600 വോട്ട് സ്പ്ലിറ്റായി പോകുന്നത് കൊണ്ട് തന്നെ, ഭൂരിപക്ഷം വോട്ട് സ്പ്ലിറ്റായി പോകുന്നതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ ഐക്യം തകർക്കാനായിട്ട് ആർക്കും സാധിച്ചിരുന്നില്ല. അങ്ങനെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി പല പാർട്ടികളിൽ നിന്നും ഈ പ്രതിപക്ഷങ്ങൾ എന്ത് ചെയ്തു? പ്രതിപക്ഷ കക്ഷികൾ മുന്നണികൾ രൂപീകരിച്ച് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ പോരാടാൻ വന്നു. അതും ഈ 4ാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ച ഒരു സാഹചര്യമാണ്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് എ നോട്ട് ഓൺ ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചെറു വിവരണം തയ്യാറാക്കാം. ദ ചിപ്കോ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഉത്തരാഖണ്ഡ് in the 1970s against illegal logging. Locals were outraged when the forest department denied permission to farmers to fell ash trees for making agriculture tools. However, the forest department allotted the same patch of land to a sports manufacturer for commercial use. Larger issues of ecological and economic exploitation of the region were raised. The majority of the members of the movement were illiterate villagers. They were led by Sundarlal Bahuguna and Chandi Prasad Bhatt. Women's active participation in the Chipko agitation was a very novel aspect of the movement. The distribution of liquor to men by forest contractors in the area also led to women going on strike. The villagers demanded that no forest exploiting contracts should be given to outsiders, and the local communities should have effective control over natural resources like land, water, and forest. The different methods of struggle carried out by women by hugging trees have gained international attention. The movement achieved a victory when the government issued a ban of felling of trees in the Himalayan regions for 15 years. ഈ സെയിം നോട്ട് തന്നെയാണ് മലയാളംകാർക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് നോട്ട് കേട്ടതിന് ശേഷം സെയിം മലയാളം നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മീനിങ്ങും മനസ്സിലാക്കാൻ പറ്റും. ചിപ്കോ പ്രസ്ഥാനം ലോകത്ത് നടന്ന ആദ്യകാല പരിസ്ഥിതി സംരക്ഷണ യജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചിപ്കോ പ്രസ്ഥാനം. അനധികൃതമായ മരം മുറിക്കലിനെതിരെ ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ 1971 ആരംഭിച്ച കൂട്ടായ്മയാണ് ചിപ്കോ പ്രസ്ഥാനം. കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി
ആഷ് മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുവാദം കർഷകർക്ക് നിഷേധിച്ച വനം വകുപ്പ് ഇതേ പ്രദേശം മരം മുറിക്കാനുള്ള അവകാശം കായിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന വ്യാവസായിക കമ്പനിക്ക് നൽകിയത് പ്രദേശവാസികളെ പ്രകോപിതരാക്കി. സുന്ദർലാൽ ബഹുഗുണ നേതൃത്വം നൽകിയ സംഘടനയിലെ അംഗങ്ങളിൽ ഭൂരിപക്ഷവും നിരക്ഷരരായ ഗ്രാമീണർ ആയിരുന്നു. സമരത്തിലെ ഉയർന്ന സ്ത്രീ സാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വനം കരാറുകാർ പ്രദേശത്തുള്ള പുരുഷന്മാർക്ക് മദ്യം വിതരണം ചെയ്തത് സ്ത്രീകളെ സമരമുഖത്തെത്തിക്കുവാൻ കാരണമായി. തദ്ദേശീയരായ ജനവിഭാഗങ്ങൾക്ക് പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണവും അവകാശവും വേണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്ത്രീകൾ നടത്തിയ വ്യത്യസ്തമായിട്ടുള്ള ഈ സമരമാർഗം ലോകശ്രദ്ധ നേടി. നിരന്തരമായ സമരത്തെ പിന്തുടർന്ന് ഹിമാലയ മേഖലയിൽ 15 വർഷത്തേക്ക് മരം മുറിക്കൽ നിരോധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ വിജയമായി കണക്കാക്കാം. അപ്പോൾ ഇത്രയുമാണ് ചിപ്കോ മൂവ്മെൻറ്റിനെ കുറിച്ച് എഴുതേണ്ടത്.